സന്തോഷകരമായ വാർത്ത. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി. റിയാദ് ക്രിമിനൽ കോടതിയുടേതാണ് നിർണായക ഉത്തരവ്. നടപടികൾ വേഗത്തിലായതോടെ റഹീമിന്റെ മോചനം ഉടനുണ്ടാകും. വാർത്തയറിഞ്ഞതിന് പിന്നാലെ അബ്ദുൾ റഹീമിന്റെ മാതാവ് ഫാത്തിമ 24-നോട് സന്തോഷം പങ്കുവച്ചു. നാളെ ജഡ്ജ്മെന്റ് കിട്ടൂല്ലേ? നാളെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും അടുത്ത സിറ്റിംഗ് ഉണ്ടാവും. ചിലപ്പോ ഒരാഴ്ച ഉണ്ടായിക്കൂടായില്ല, ചിലപ്പോ രണ്ടാഴ്ച കൊണ്ട് പറയാം. നോക്കാം, നാളെ അറിയാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരോടൊക്കെ എന്താ പറയുള്ളതെന്ന് പറഞ്ഞാൽ ചാനലാറിന്റെ അവിടെ എല്ലാവർക്കും ദുആ ചെയ്യാം. നന്ദി പറയാം. അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ കടമ്പയാണ് കടന്നത്. ഇന്ന് റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചിരുന്നു. തുടർന്ന് മുഴുവൻ രേഖകളും പരിശോധിച്ചു. അബ്ദുൾ റഹീമിന്റെയും മരിച്ച സൗദി പൗരന്റെയും അഭിഭാഷകർ നേരിട്ട് കോടതിയിൽ ഹാജരായി. അബ്ദുൾ റഹീമിനെ വീഡിയോ കോൺഫറൻസ് വഴിയും ഹാജരാക്കി. ദയാധനം കൈപ്പറ്റി വധശിക്ഷ റദ്ദാക്കുന്നതിന് സമ്മതമെന്ന് സൗദി ബാലന്റെ അഭിഭാഷകൻ അറിയിച്ചതോടെയാണ് വധശിക്ഷ റദ്ദാക്കി കോടതി ഉത്തരവിട്ടത്. നടപടിയിൽ സന്തോഷമുണ്ടെന്ന് റഹീമിന്റെ മാതാവ് ഫാത്തിമ 24-നോട് പറഞ്ഞു. കോടതിയിൽ നിന്ന് കഴിച്ചില്ലായിരുന്നു. എൻ്റെ കുട്ടി അതേമാതിരി കൊണ്ട് എത്തിച്ചേട്ടെ, എത്തി കാണട്ടെ, കണ്ടാലല്ലേ എനിക്ക് സമാധാനമുള്ളൂ. എൻ്റെ അടുത്ത് എത്തി കിട്ടട്ടെ. കോടതിയിൽ നിന്ന് കഴിച്ചില്ലായിരുന്നു. ഞാൻ അവിടുത്തെ കള്ളാസ് ശരിയായി ഇവിടെ എത്തുമ്പോൾ ചെയ്യുന്നത് അള്ളാഹു കാട്ടിത്തരട്ടെ മക്കളെ. ഒക്കെ ധർമ്മം കൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് എത്തിച്ചേട്ടേക്ക് കാണാൻ സന്തോഷം. എൻ്റെ കുട്ടിയെ കണ്ടാലല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അന്നേ പറഞ്ഞ് ഇത്ര മാസം 3 മാസമായില്ലേ, ഒന്ന് കാണട്ടെ, കണ്ടാൽ ഞാൻ സന്തോഷിക്കും. എംബസി വഴി കോടതിയിൽ സമർപ്പിച്ച 15 മില്യൺ റിയാലിന്റെ ചെക്ക് കോടതി ചീഫ് മജിസ്ട്രേറ്റ് സൗദി ബാലന്റെ അഭിഭാഷകന് കൈമാറും. തുടർന്നാകും മോചന ഉത്തരവ് പുറത്തിറക്കുക. ഇതോടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് അന്ത്യം കുറിച്ച് അബ്ദുൾ റഹീം ജയിൽ മോചിതനായി നാട്ടിൽ ഉടൻ തിരിച്ചെത്തും. 24 കോഴിക്കോട്.